നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, ഇതാണ് വേണ്ടത്, ഇതിനാണ് കാത്തിരുന്നത്. മുംബൈ ഇന്ത്യൻസ് ടീം അവരുടെ പൂർണ്ണ കരുത്തിലേക്ക് എത്തുകയാണ് എന്ന് നമ്മൾ മുമ്പൊരു വിശകലനം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ പലർക്കും എതിർപ്പുകളും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രോഹിത് കൂടി ഫോമിലേക്ക് എത്തുമ്പോൾ എന്തു പറയുന്നു? ആ പറഞ്ഞത് കറക്റ്റല്ലേ? മുംബൈ ഇന്ത്യൻസ് ടീം അവരുടെ പൂർണ്ണ കരുത്തിലേക്ക് എത്തിയിരിക്കുകയല്ലേ? എന്തായാലും സി എസ് കെയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുകയാണ്. എന്തൊരു പ്രകടനമാണ് സൂര്യയും രോഹിത്തും ചേർന്ന് നടത്തിയിരിക്കുന്നത്. തുടരെ സിക്സറുകൾ പതിരാനയെ പറത്തിക്കൊണ്ട് അവർ ആ മത്സരഭംഗം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു. 26 പന്തുകൾ ശേഷിക്കുകയാണ്. 9 വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയം, അതും 177 എന്നുള്ള ആ ഒരു ടാർഗറ്റ് 15.4 ഓവറുകളിൽ അവർ മറികടന്നിരിക്കുന്നു. റിക്കിൾട്ടൺ 19 പന്തിൽ 24 റൺസ് എടുത്ത് മടങ്ങിപ്പോയതൊഴിച്ചാൽ പിന്നീട് രോഹിത്തും സൂര്യയും ചേർന്ന് നടത്തിയ വിളയാട്ടം, പൊളിച്ചടുക്കിയ പ്രകടനം. 45 പന്തുകൾ, 4 ഫോറും 6 സിക്സും അടക്കം 168.89 സ്ട്രൈക്ക് റേറ്റിൽ 76 റൺസ് അടിച്ചു രോഹിത് ശർമ്മ. അദ്ദേഹം പുറത്താകാതെ നിന്നു. എന്തൊരു പ്രകടനമാണ്! ഇതല്ലേ കാത്തിരുന്നത് ആരാധകർ? ഇതല്ലേ ഹിറ്റ്മാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സൂര്യയും തീക്കാറ്റായിട്ട് അഞ്ഞുവീശി. 30 പന്തിൽ നിന്ന് 6 ഫോറും 5 സിക്സും അടക്കം അതിവേഗത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തു. 226.67 സ്ട്രൈക്ക് റേറ്റിൽ 68 റൺസ് അടിച്ച് അദ്ദേഹവും പുറത്താകാതെ നിന്നു. സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒന്നും ക്ലിക്കാവാതെ പോയൊരു രാത്രി. പൊളിച്ചടുക്കിയ വിജയം സ്വന്തമാക്കുന്ന മുംബൈ ഇന്ത്യൻസ്. സി എസ് കെയുടെ ബാറ്റിങ്ങിൽ യുവതാരം ആയുഷ് മഹാത്രെ മികച്ച ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. വരും മത്സരങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ആദ്യ വിക്കറ്റ് രജിൻ രവീന്ദ്ര പോയതിന് ശേഷമാണ് ക്രീസിലേക്ക് വന്നത്. രജിൻ 5 റൺസാണ് എടുത്തിരുന്നത്. 15 പന്തിൽ 4 ഫോറും 2 സിക്സുമായിരുന്നു മാത്രയുടെ ആ ഒരു പ്രകടനത്തിൽ ഉണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും എന്തൊരു മെച്യൂർഡായിട്ടുള്ള ഷോട്ടുകളൊക്കെയാണ് 17കാരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഷെയ്ഖ് റഷീദ് 20 പന്തിൽ നിന്ന് 19 റൺസ്. ശിവൻ ദ്യൂബയാണ് സി എസ് കെക്ക് മികച്ചൊരു സ്കോർ സമ്മാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത്. 32 പന്തിൽ 50 റൺസ്. ഒടുവിൽ രവീന്ദ്ര ജഡേജയും നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്തു. 35 പന്തിൽ 53 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. പക്ഷേ ഈ 170, 176, 180 ഇതൊന്നും മതിയാവുമായിരുന്നില്ല ആ പിച്ചിൽ. കാരണം അങ്ങനെയാണ് രോഹിത് ഫോമായാൽ പിന്നെ 200 പോലും മതിയാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രോഹിത് കിടിലൻ ഫോമിലേക്ക് അങ്ങ് ഉയർന്നതോടുകൂടി കളി പൂർണ്ണമായിട്ടും മുംബൈ ഇന്ത്യൻസ് അങ്ങ് സ്വന്തമാക്കിയായിരുന്നു. മുംബൈ ഇന്ത്യൻസിൻ്റെ ബൗളർമാരുടെ കാര്യത്തിൽ സാന്നർ എടുത്തു പറയണ്ടേ? എന്ത് സുന്ദരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞത്. 3 ഓവറുകളിൽ 14 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു. ബൂംറ 4 ഓവറിൽ 25 റൺസിന് ആസ് ഓൾവേസ് മിന്നും പ്രകടനം നടത്തി 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. എന്തായാലും ആ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് അവരുടെ ടീമിൻ്റെ പൂർണ്ണ കരുത്തിലേക്ക് എത്തുകയാണ്. ഈ മുംബൈയെ എതിരാളികൾ ഭയന്നേ പറ്റൂ. 8 കളികളിൽ നിന്ന് 8 വിജയം, അവർ 8 പോയിന്റ്. 8 കളികളിൽ നിന്ന് 4 വിജയം 4 തോൽവി, 8 പോയിന്റ്. അവർ 6ാം സ്ഥാനത്താണ്. സി എസ് കെ 8 കളികളിൽ നിന്ന് 4 പോയിന്റുമായിട്ട് 10ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.